എൻജിനീയറിംഗ് ബാച്ചിൽ വരുന്ന അന്നും ഇന്നും എന്നും കുട്ടികളിൽ ഒരു 90% അല്ലെങ്കിൽ 95% വളരെ ബേസ് കുറഞ്ഞ കുട്ടികളാണ് ഇവിടെ എത്തുക. പിന്നെ അവർക്ക് നമ്മൾ നിരന്തരം ലേണിംഗ് എക്സ്പീരിയൻസസ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് എൻലൈറ്റൻ ചെയ്ത് ചാനലൈസ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ അവരെ കൊണ്ട് എല്ലാ പരീക്ഷ നമ്മൾ എഴുതിപ്പിക്കും. അങ്ങനെ പരീക്ഷ എഴുതിയിട്ട് ഒരുപാട് മക്കൾ, കുറച്ചൊന്നല്ല, എൻജിനീയറിങ്ങിലാണ് ഏറ്റവും അധികം മക്കൾ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിൽ എത്തിയിട്ടുള്ളത്. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാം. യൂണിവേഴ്സിൽ തുടങ്ങിയത് 2000-ലാണ്. അതിന് ശേഷം ഞാൻ ഏറ്റവും കണ്ടത് ബിടെക്കിലാണ്. ബിടെക് കഴിഞ്ഞിട്ട് 10,000 കുട്ടികൾ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒക്കെ ഹൈ പോസ്റ്റിലാണ്. അവർ നാട്ടിൽ വരുമ്പോൾ എന്നെ കാണുമ്പോൾ അവർ പറയുന്നത്, അന്ന് അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ബിടെക് കിട്ടിയപ്പോൾ ഇതിനൊരു സിഗ്നിഫിക്കൻസ് മനസ്സിലായില്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ഒരു 2 കൊല്ലം ഇവിടെ ജോലി ചെയ്ത് ആ എക്സ്പീരിയൻസ് ആയിട്ട് ഗൾഫ് ചെന്നപ്പോഴാണ് അതിൻ്റെ വാല്യൂ. അവർ ഇവിടുത്തെ ഇന്ത്യൻ്റെ 3 ലക്ഷം 4 ലക്ഷം രൂപ സാലറി വാങ്ങുന്നവരാണ് 90%. അപ്പോൾ അത് ഭയങ്കര അഭിമാനമാണ് എനിക്ക്, പ്രത്യേകിച്ച് എൻജിനീയറിങ്ങിൻ്റെ കേസിൽ. മെഡിക്കലേരും ആണ്ട് പോകേണ്ട ആവശ്യമില്ല, അവർക്ക് ഇവിടെ തന്നെ അടിപൊളി ഉണ്ട് കേട്ടോ. മെഡിക്കലേരും UK-ലും US-ലും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലും അറേബ്യൻ കൺട്രീസിലൊക്കെ ഇവിടുന്ന് പഠിച്ച കുട്ടികൾ ധാരാളം ഉണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഓർക്കണം, കുടുംബമാണ് നമ്മളെ ഏറ്റവും പ്രധാനം. അതിലും വലിയ സുഹൃതം നമ്മുടെ പാരൻസിനെ നമ്മൾ പ്രൗഡാക്കുക, അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കുക, അവരെ ഹാപ്പി ആക്കുക, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ആ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുക. അതിന് നമ്മൾ പ്രാപ്തരാവണം. അതിനുള്ള ട്രെയിനിങ് ആണ്, അതിനുള്ള ജീവിതമാണ് ഏത് വിദ്യാഭ്യാസം. ഫർസാന് ഇവിടുന്ന് ICR പരീക്ഷ എഴുതി, അവന് അത്യാവശ്യം നല്ല സ്കോർ കിട്ടി. ആൻഡ് ഈ ജോയിൻറ്റ് ഡയറി സയൻസ് കോളേജ് ബാംഗ്ലൂർ ഡയറി സയൻസ് കോളേജിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് ബിടെക് പൂർത്തിയാക്കി. ഇത്തരം കോളേജുകളിൽ നല്ല നല്ല കമ്പനിക്കാർ പ്ലേസ്മെൻറ്റിന് വരും. അവിടുന്ന് ഈ അറ്റൻഡ് ചെയ്യാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സൗദി അറേബ്യ ബേസ് ചെയ്തിട്ടൊരു കമ്പനി ഇൻ്റർവ്യൂവിന് വന്ന് അറ്റൻഡ് ചെയ്ത്, പക്ഷേ പ്ലേസ്മെൻ്റ് ഒന്നും ആയില്ല. ആൻഡ് ഈ ജോയിൻ മിൽമ 6 മാസം മിൽമയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് ജോയിൻ ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ he has been called to സൗദിയിലേക്ക് വിളി വന്നു. and he has gone there and he is joined in famous Almarai കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് ജോയിൻ ചെയ്തു. യൂണിവേഴ്സിറ്റിനൊരവസ്ഥ പറയുകയാണെങ്കിൽ, അന്ന് ഇന്നതുപോലെ പബ്ലിക് സ്കൂളൊന്നുമല്ല. ഒരു മെഡിക്കൽ എൻജിനീയറിംഗ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതിലൊരു A-B-C ബാച്ചസ് ഉണ്ടായിരുന്നു. അതിൽ IIT പ്രതീക്ഷയുള്ള ഒരു ടോപ്പേഴ്സൊക്കെ ഉണ്ടാവും A ബാച്ചിൽ. പിന്നെ B, പിന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാത്തവരാവും Cയിലുണ്ടാവുക. ഞാൻ ആ Cയിൽ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് പഠിച്ച ആളാണ്. അപ്പോൾ എനിക്കിവിടെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും പറ്റണം, ഓരോരിക്കലും ആർക്കും പറ്റുന്ന ഒരു കാര്യമാകുമ്പോൾ ICR നിന്നാണ് എനിക്കൊരു കൂടുതൽ നല്ലൊരു കോഴ്സിനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയത്. അപ്പോൾ അതിൽ പോയി ഡയറി ടെക്നോളജി. ഇത് ബിടെക് കോഴ്സാണ്, 4 വർഷം ചെയ്തു. പിന്നെ ലാസ്റ്റ് ഫൈനൽ ഇയറിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽമറായി എന്ന് പറയുന്നപ്പോൾ GCCയിൽ കണക്ഷനുള്ള ആളുകൾക്ക് അറിയുന്നതാവും. അവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് കമ്പനിയാണ്, ഒക്കെ പറയല്ല, പക്ഷെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ്. ഒരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണത്. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വന്നു, ഒന്നും നോക്കിയില്ല, ചാടി കയറി അറ്റൻഡ് ചെയ്തു. എന്തോ ഭാഗ്യത്തിനല്ല, നമ്മൾ പരിശ്രമം കൂടെ ഉണ്ട്, അങ്ങനെ സെലക്റ്റഡ് ആയി. ഞാൻ വർക്ക് ചെയ്യണത് ഇപ്പോൾ അൽമറായ്ക്ക് ഡയറി പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെഗാ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ അതിൽ സെൻട്രൽ പ്രോസസ്സിംഗ് പ്ലാന്റ് 1 എന്ന് പറയുന്ന പ്ലാന്റിലെ ഡ്യൂട്ടി മാനേജർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണത്. ആക്ച്വലി ഞാൻ കോളേജിൽ നിന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിലാണ് പോയത്.
പിന്നെ ഒരു സ്റ്റഡി ഗ്രോത്ത് കിട്ടി. ടീം ലീഡറായി, ടീം മാനേജറായി, ഇപ്പോൾ പ്രൊഡക്ഷൻ സീനിയർ ടീം മാനേജറായി, ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജറിൽ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സ്റ്റഡി ഗ്രോത്ത് കൂടി കിട്ടിയൊരു സംഗതിയാണ്. എന്തായാലും ഇപ്പോൾ ഹമീദ് സാർ പറഞ്ഞ പോലെ ആളെ കണ്ട ഒരു നിമിഷമാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അദീബ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ 2018-2020 പഠിച്ചതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം എനർജി സ്റ്റഡീസ് സ്പെഷ്യൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ, BDES എന്നാ പറയുക, ബാച്ചിലർ ഓഫ് ഡിസൈൻ, വിഷ്വൽ ഇഫക്ട്സ് ആൻഡ് അനിമേഷൻ എന്ന് പറയുന്ന ഡിസൈനിങ് ആണ് ഇപ്പോൾ അദീബ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4-5 കൊല്ലം മുന്നേ പഠിച്ചിറങ്ങിയതാണ്. ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് BRക്കായിരുന്നു. അപ്പം അതിനായിരുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പം ആദ്യം നോക്കിയിരുന്നതും പഠിച്ചിരുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് അത് കിട്ടിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. BRക്ക് കിട്ടി. BRക്ക് ഒരു 2 കൊല്ലം പഠിച്ചു. അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ഡിസൈനിൽ കയറിയത്. ഡിസൈൻ എന്ന് പറയാൻ ഒരു വെറൈറ്റി കോഴ്സാണ്. മെയിൻ എക്സാം ഇല്ല. എക്സാം എന്ന് പറഞ്ഞ സാധനം ഇല്ല ഡിസൈൻ കോഴ്സിൽ. അതിൽ ഒരു ജൂറി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകൾ കാണിച്ചു കൊടുക്കുക, അതിനെക്കുറിച്ച് പറയുക, അത് മാത്രമേ ഉള്ളൂ ഡിസൈനിന് മെയിനായിട്ട്. പിന്നെ പലതരം ഡിസൈനുകളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫാഷൻ ഡിസൈന്, ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പം ഞാൻ പഠിക്കുന്ന VFX ആൻഡ് ആനിമേഷൻ, ഗെയിം ഡിസൈന്, പ്രൊഡക്റ്റ് ഡിസൈന്. ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൽ ഒരു 8-10 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇതേമാതിരി ഡിസൈൻ തന്നെ. UCD എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, അറിയോ? UCD ആണ് ഡിസൈന് മെയിൻ എൻട്രൻസ് ആയിട്ട്. അപ്പം UCD എഴുതണം. പിന്നെ എനിക്ക് എഴുതി കിട്ടിയത്, ഞാൻ UBESൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് എഴുതി, അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ആ ഇൻ്റർവ്യൂ കയറി, അതും കിട്ടിയപ്പോഴാണ് കയറിയത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഡിസൈൻ മാത്രമല്ല, ലോ ഉണ്ട്, ഫാർമസി ഉണ്ട്, BTech തന്നെ ഇഷ്ടംപോലെ ഇതുണ്ട് വിഭാഗങ്ങൾ. പിന്നെ ബിസിനസ് ഉണ്ട്. അങ്ങനെ ഇപ്പം മെഡിക്കൽ വരാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ വളർന്നുകൊണ്ട് ഇരിക്കുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം UPES. ഷംഷീറ ഷെറീൻ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി. അവിടുന്ന് തന്നെ MTech കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി. അത് കഴിഞ്ഞ് നൗ ഷീ ഈസ് വർക്കിംഗ് ആസ് ദ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഇൻ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ്. ഞാനും ഇതുപോലെ നിങ്ങളെപ്പോലെ ഇവിടെ വന്ന് പഠിച്ചു പോയ ഒരാളാണ്. അന്ന് ഏവ് സർ ഇതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയും, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വിളിച്ച് ഉപദേശിക്കും. അന്നൊക്കെ നിങ്ങളെ പോലെ തന്നെ ഒരു ചെവി കൂടി കേട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മറന്നു പോവും. പക്ഷെ സ്റ്റിൽ സാറിൻ്റെ കുറച്ച് വാക്കുകൾ ലൈഫിൽ എപ്പോഴും ഞാനിങ്ങനെ എന്താ പറയുക, നമ്മൾ മനസ്സിലത് വരും. ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ക്ലിക്കാവെന്ന് പറയലുണ്ടല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? പല കാര്യങ്ങൾ, പല നല്ല ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ക്ലിക്കാവും. അപ്പോൾ എഫ് സർ ഇങ്ങനെ പറയുമ്പോൾ എഫ് സർ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് ഇങ്ങനെ അന്ന് സംസാരിക്കുന്നത്, ഈ ഒരു 10-14 വർഷം മുന്നാണ് നിങ്ങൾ ആലോചിക്കണം. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പെൺകുട്ടികളൊക്കെ അധികം ആൾക്കാർ കല്യാണം കഴിക്കുക അല്ലേ, ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആണെന്നൊക്കെ. ഭാവി എൻജിനീയേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് +1 +2 അതേപോലെ റിപ്പീറ്റേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളൊരു എയിം എന്താണ്? എൻജിനീയർ ആവാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും അല്ലേ? നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് പൊതുവേ ഉണ്ടാവും അല്ലെ, ഇത് നമുക്ക് കിട്ടോ അല്ലെങ്കിൽ കിട്ടൂല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റിൽ എനിക്കും ഉണ്ടായിരുന്നു, 14 വർഷം മുന്നേ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് മാറ്റി വെക്കുക അല്ലേ. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അത് എനിക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ കൃത്യമായി വളരെ കോൺഫിഡൻറ്റോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടും. നിങ്ങൾ എന്ത് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് വേണം. എനിക്കത് കിട്ടും, മനസ്സിലായില്ലേ? എനിക്കത് കിട്ടും എന്നുള്ള ഒറ്റൊരു കോൺഫിഡൻസ് മാത്രം മതി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ, സ്മാർട്ട് വർക്കും ചെയ്യണം. ഒരു സീറ്റല്ലേ കിട്ടേണ്ടതുള്ളൂ, ഒരു സീറ്റല്ലേ നിങ്ങൾക്കുള്ളൂ. എത്ര ലക്ഷം സീറ്റ് ഉണ്ട്, അല്ല ഒരു സീറ്റല്ലേ വേണ്ടിയുള്ളൂ. ഇപ്പൊ എനിക്ക് NIT കാലിക്കറ്റ് പോയാൽ മതി, ആ ഒരു ചിന്തയില്, അല്ലെങ്കിൽ എനിക്ക് IIT പോയാൽ മതി, എനിക്ക് ആ കോളേജ് പഠിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, അതുപോലെ പഠിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എഞ്ചിനീയേഴ്സിന്. എക്സാമുകൾ നിങ്ങൾ പരമാവധി എഴുതണം. എല്ലാ ഓപ്പർച്യൂണിറ്റീസിലുള്ള, അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഏത് വഴിയിൽ ചെന്നിട്ടാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഓക്കെ, സോ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എപ്പോഴും അത് എൻജിനീയറിങ്ങിലാണ് കുറേ ആൾക്കാർ പല ഭാഗത്ത് എത്തിച്ചേർന്നെന്ന് സാർ പറഞ്ഞപ്പോൾ അത് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്, എൻജിനീയറിങ്ങിലുള്ള അത്രത്തോളം ഡൈവേഴ്സിറ്റി മെഡിക്കൽ ഫീൽഡിൽ പലപ്പോഴും കുറവാണ്. അതല്ലെങ്കിൽ ആ ഡൈവേഴ്സിറ്റി എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണ്. ആ അലൈഡ് കോഴ്സ് എപ്പോഴും നമ്മളൊരു പടി താഴെ ആക്കിയിട്ട് അധികം പ്രിഫർ ചെയ്യാത്തൊരു കോഴ്സാണ്. മറ്റേ എല്ലാം ബിടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബിടെക് ആണെന്നുള്ളതുകൊണ്ട് പ്രിഫർ ചെയ്യും. സോ ഒരുപാട് ഡൈവേഴ്സിറ്റി, അത് ഡിസൈനിങ്ങിലേക്ക് പോയ ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ആർക്കിടെക്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്ലാനിങ് കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെടുത്തി വരുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. അതല്ല ഒരു ട്രഡീഷണൽ എഞ്ചിനീയറിംഗ്, സിവിൽ, മെക്ക്, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുന്ന ഇലക്ട്രിക്കൽ പോലത്തെ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് പല മേഖലയിലേക്ക്, ഇപ്പോൾ IITs എന്നായാലും മറ്റൊരു മേഖലയിൽ നിന്നാലും എഞ്ചിനീയറിംഗിലേക്ക് അല്ലെങ്കിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. IIMസിൽ ഏറ്റവും കൂടുതൽ കാറ്റക് എക്സാം എഴുതിയിട്ട് MBA ചെയ്യുന്ന ആൾക്കാർ. സോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആവുന്ന PhDക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസും ഉണ്ട്. I can do the things very smartly. That should be our motto, that should be our slogan. നമ്മളെ കഴിവിൽ നമുക്ക് വിശ്വാസമില്ലാത്തതാണ് നമ്മളെ പ്രശ്നം. അത് വളരെ കാറ്റഗോറിക്കലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. നമ്മളെ കഴിവിൽ നമുക്ക് വിശ്വാസം വേണം. നമ്മൾ ആരെയും എന്ത് ചെയ്യാറില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. എവിടെ വീണോ ആ വീടോടുത്ത് കെടുക്കലല്ല, വീണത് വിദ്യയാക്കാൻ നമ്മൾ പഠിച്ചോളാം. ജീവിതത്തിൽ വീഴും, ഉറപ്പ്, പല സ്ഥലത്തും നമ്മൾ വീഴും, അത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ വീണാൽ എഴുന്നേൽക്കാൻ നമ്മൾ പഠിക്കണം. എന്നിട്ട് പറയണം, ഞാൻ ചാടിയതാണ്, ഞാൻ വീണതല്ല. അതാണ് വീണത് വിദ്യയാക്കി മാറ്റൽ.